ആരാണ് കുർവാ സംഘം? ഇവരുടെ മോഷണ രീതി എങ്ങനെ? കുർവാ സംഘം എന്തുകൊണ്ട് കേരളം താവളമാക്കുന്നു? ചോദ്യങ്ങൾ നിരവധിയാണ്. മോഷണം കുലത്തൊഴിലാക്കിയ കുർവാ സംഘത്തെക്കുറിച്ചുള്ള അറിയാക്കഥയിലേക്കാണ്. രാത്രിയുടെ മറവിൽ സംഘം ചേർന്ന വീടുകൾ കുത്തിത്തുറന്ന മോഷണം. മാധ്യമങ്ങളിൽ ഭീതിയോടെ ചർച്ച ചെയ്യപ്പെടുന്ന പേര് കുർവാ സംഘം. ആരാണ് കുർവാ സംഘം? ഇവർ എവിടെ നിന്ന് വരുന്നു? ആയുധധാരികളായ സംഘം, ഇതാണ് കുർവ എന്ന വാക്കിന്റെ അർത്ഥം. തമിഴ്നാട് ഇന്റലിജൻസ് വിഭാഗമാണ് കുർവ സംഘത്തിന് ഈ പേര് നൽകുന്നത്. തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള തിരുട്ട് ഗ്രാമത്തിൽ മോഷണം കുലത്തൊഴിലായി കണ്ടു തന്നെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. കുർവാ സംഘത്തിൽ നിന്നുള്ളവരെല്ലാം ഒരു ഗ്രാമത്തിൽ നിന്നോ ഒരു പ്രദേശത്ത് നിന്നോ ഉള്ളവരായിരിക്കില്ല. വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വന്ന സംഘം ചേർന്ന് ജീവിച്ച് പദ്ധതികൾ രൂപീകരിച്ച മോഷണം നടത്തുക എന്നതാണ് ഇവരുടെ രീതി. മോഷണം ഒരു കുലത്തൊഴിലായി കണ്ട് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ അപരന്റെ യാതൊന്നും അപഹരിക്കുന്നതിൽ ഇവർക്ക് ഒരു കുറ്റബോധവുമില്ല. പരമ്പരാഗതമായി കൈമാറി കിട്ടിയ മോഷണതന്ത്രങ്ങളും സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മോഷണം നടത്തുന്നത്. പകൽ സമയത്ത് ചെറിയ ജോലികൾ ചെയ്ത് എവിടെയെങ്കിലും കഴിഞ്ഞുകൂടും. രാത്രിയാകുമ്പോൾ സംഘം ചേരും. വ്യത്യസ്ത ഇടങ്ങളിലായിട്ടാണ് മോഷണം. കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നുവിട്ടും അടുക്കള വാതിലുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തും. അർദ്ധനഗ്നരായി ദേഹമാസകലം എണ്ണ തേച്ച് മോഷണം നടത്തുക എന്നതാണ് ഇവരുടെ രീതി. ഉൾപ്പെട്ടവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ കണ്ണികൾ അവസാനിക്കുന്നില്ല. മോഷണം ഒരു ദിനചര്യ ആയതുകൊണ്ട് തന്നെ ഒരു ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കയ്യിൽ കുർവാ സംഘത്തിലെ ആളുകളുടെ എണ്ണമില്ല. ഇവരെ അറസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. കുർവാ സംഘത്തിന്റെ കണ്ണികൾ അവസാനിക്കുന്നുമില്ല.